ടി.എസ്. ഹരീഷും കൂടി ചേരുന്നുണ്ട്. ഹരി, ഇപ്പോൾ കോടതിയിൽ വാദം പൂർത്തിയായിരിക്കുന്നു. അനന്ത് സൂചിപ്പിച്ച പോലെ അറസ്റ്റ് ചെയ്യാമോ ഇല്ല എന്ന കാര്യത്തിൽ അല്പ മിനിറ്റുകൾക്കകം തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹരി. അതെ, പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും വാദം പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ തീരുമാനം വരേണ്ടത് ഈ നോട്ട് ടു അറസ്റ്റ് ാണ്. അതിൽ 1 മണിക്കൂറിനുള്ളിൽ കോടതി അതിലൊരു ഡയറക്ഷൻ പറയും. ഇതിൽ നമുക്കറിയേണ്ടത് ഈ ജാമ്യാപേക്ഷയിൽ ഒരു വിധി ഇന്ന് തന്നെ പറയുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ നോട്ട് ടു അറസ്റ്റ് എന്നുള്ള പ്രതിഭാഗത്തിന്റെ ആവശ്യത്തിൽ നോട്ട് ടു അറസ്റ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു ഡയറക്ഷൻ കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യും. അതായത് ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യാമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡയറക്ഷൻ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ഇന്ന് കോടതിക്ക് മുമ്പായി വന്നു. അത് പ്രതിഭാഗവും സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വാദിഭാഗവും കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് പുതിയ തെളിവുകൾ ഇന്ന് വന്ന സ്ഥിതിക്ക് അതൊക്കെ കോടതി ഇന്ന് പരിശോധിക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ നോട്ട് ടു അറസ്റ്റ് എന്നുള്ള കാര്യവും കോടതി പരിഗണിക്കുന്നുണ്ട്. അക്കാര്യത്തിലാണ്, അതായത് ജാമ്യാപേക്ഷയിലുള്ള ഒരു വിധിയാണോ അതോ നോട്ട് ടു അറസ്റ്റ് എന്നുള്ള കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശമാണോ ഉടൻ വരാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. ശരി, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകും. നോട്ട് ടു അറസ്റ്റ് എന്ന ഓർഡർ, അതിൽ എന്ത് തീരുമാനമാണ് കോടതി എടുക്കാൻ പോകുന്നതെന്ന് അല്പ നിമിഷങ്ങൾക്കകം തന്നെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ മുതൽ തുടങ്ങിയ വാദം, മുൻകൂർ ജാമ്യാപേക്ഷയുടെ വാദം ഇന്ന് പൂർത്തിയായിരിക്കുന്നു. ഇന്നലെ പ്രോസിക്യൂഷൻ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ സമയം ആവശ്യപ്പെടുകയായിരുന്നു. ഇന്ന് ആ കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലും അതിജീവിതയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ അടക്കമുള്ള വിവരങ്ങളാണ് പ്രോസിക്യൂഷനും ഹാജരാക്കിയിരിക്കുന്നത്. അതിനുശേഷം നീണ്ട സമയം ഇന്ന് വാദം നടന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നോട്ട് ടു അറസ്റ്റിൽ തീരുമാനം ഉടൻ അറിയിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം ഇന്നുണ്ടാകുമോ അതോ നാളത്തേക്ക് മാറ്റുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നിലവിൽ കോടതിയിലെ നടപടികൾ പൂർത്തിയായിട്ട് അതിന്റെ തീരുമാനം വരാൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയാണ്. അതേസമയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ വളരെ ഊർജിതമായി തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഡ്രൈവർ, രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ച ഒരു ഡ്രൈവർ, മലയാളിയായ ഡ്രൈവർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അതിനുശേഷമാണ് ഒരു യുവ അഭിഭാഷക, മലയാളിയായ അഭിഭാഷകയുടെ സഹായം രാഹുൽ മാങ്കൂട്ടത്തിന് ബംഗളൂരുവിൽ അടക്കം ഒളിവിൽ താമസിക്കാൻ ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലിലേക്കും അല്ലെങ്കിൽ വിവരങ്ങളിലേക്കും അന്വേഷണ സംഘം എത്തുന്നത്. അവരും പോലീസിന്റെ നിരീക്ഷണ വലയത്തിലാണ് ഉള്ളത്. ബംഗളൂരുവിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങോട്ട് കടന്നിരിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം. എന്തായാലും ഈ മുൻകൂർ ജാമ്യത്തിൽ തീരുമാനം, കോടതിയുടെ തീരുമാനം എന്ത് എന്നതിന് അനുസൃതമായ നിലയിൽ തന്നെ പോലീസ് സംഘത്തിന്റെ അടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇന്ന് 8ാം ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനെ കബളിപ്പിച്ച് മുങ്ങി നടക്കുന്നത്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായ സഹായങ്ങൾ, ഒത്താശകൾ അല്ലെങ്കിൽ ഒക്കെ കിട്ടുന്നുണ്ട് പല കോണുകളിൽ നിന്ന് എന്ന് പോലീസ് സംഘത്തിന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അതും കൂടി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അങ്ങനത്തെ പോയിന്റുകൾ കൂടി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് സംഘമുള്ളത്. അതേസമയം തിരുവനന്തപുരത്തെ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരിക്കുന്നു. അറസ്റ്റ് ചെയ്യാമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പക്ഷേ അത് സുപ്രീം കോടതിയുടെ അടക്കം നിർദ്ദേശമുള്ളതാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി തീരുമാനിക്കാൻ വളരെ കൃത്യമായ കാര്യകാരണങ്ങൾ സഹിതം മാത്രമാണ്, അങ്ങനെ ഒരു ബ്ലാങ്ക് ചെക്ക് നൽകാൻ കഴിയില്ല. വളരെ കൃത്യമായ കാര്യകാരണങ്ങൾ സഹിതം മാത്രമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോടതിക്ക് പോകാൻ കഴിയൂ. നിലവിലെ ഈ സംഭവ വികാസങ്ങളുടെ വളർച്ച, പുറത്തു വന്ന തെളിവുകൾ, ശബ്ദങ്ങൾ, വോയിസ് മെസ്സേജുകൾ, അങ്ങനെ പലതും ഈ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ മറ്റൊരു കേസ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ കോടതിയുടെ പരിഗണനയിലേക്ക് വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആനന്ദ വിവരങ്ങളായി തുടരുന്നു. അനന്തൻ, ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി നാളത്തേക്ക് മാറ്റാനുള്ള സാധ്യതയാണോ കാണുന്നത്? അതാണോ ഈ നോട്ട് ടു അറസ്റ്റിൽ ഒരു തീരുമാനം ഉടൻ എന്ന് പറയാൻ കാരണം? വരണം. എന്താ വെച്ചാൽ അടച്ചിട്ട കോടതിയിലാണ് ഈ വാദം നടന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഈ വാദത്തിനൊടുവിൽ വീണ്ടും ഇന്നലെ നടന്നതുപോലെ തന്നെ പ്രതിഭാഗം, അതായത് ഹർജിക്കാരന്റെ ഭാഗം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഈ വിധി വരുന്നത് വരെ അറസ്റ്റ് തടയണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചു. പ്രോസിക്യൂഷൻ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. പ്രോസിക്യൂഷൻ പറഞ്ഞത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അറസ്റ്റ് തടയണം എന്ന് പ്രതിഭാഗത്തിന് പറയാനും പറ്റില്ല, അങ്ങനെ അനുവദിക്കാനും പറ്റില്ല, അത് പോലീസിന്റെ തീരുമാനമാണ്. ആ കേസിൽ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അയാളുടെ പിന്നാലെ തന്നെ ഉണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. അപ്പോൾ ഇന്നലെയും കോടതി ഈ കോടതിയിൽ പ്രതിഭാഗം അറസ്റ്റ് തടയണമെന്ന് പറഞ്ഞപ്പോൾ പ്രോസിക്യൂഷൻ സമാനമായ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. പക്ഷേ കോടതി ഈ 2 വാദങ്ങളും പരിഗണിച്ചില്ല. പകരം ഇന്ന് വീണ്ടും ഹിയറിംഗിനെ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇന്ന് പക്ഷേ കോടതി ഇപ്പോൾ ഈ അറസ്റ്റ് തടയണം എന്നുള്ള പ്രതിഭാഗത്തിന്റെ ആവശ്യം പരിഗണിച്ചിരിക്കുന്നു. മാത്രമല്ല അതിൽ 1 മണിക്കൂറിനുള്ളിൽ തീരുമാനം പറയാം എന്ന് കോടതി പറഞ്ഞിട്ടാണ് ഇപ്പോൾ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 1 മണിക്കൂറിനുള്ളിൽ, അതായത് 1 മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടയണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കോടതി തീരുമാനം പറയും. ഒരു പക്ഷേ അതിനുശേഷമാകും വിശദമായ ഉത്തരവ് വരാൻ പോകുന്നത്. അത് ഒരു പക്ഷേ ആ ഉത്തരവ് തയ്യാറാക്കിയതിനു ശേഷം ഇന്ന് വൈകുന്നേരമോ അതല്ലെങ്കിൽ നാളെയോ ആയിരിക്കും
ശേഷമായിരിക്കും ഉത്തരവ് വരുന്നത്. അപ്പോൾ അതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലായിരിക്കും കോടതി തീരുമാനം പറയാൻ ആദ്യം പോകുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ പോലീസ് ഉണ്ട് എന്നുള്ള കാര്യം പ്രതിഭാഗത്തിന് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഈ ഉത്തരവ് വരുന്നതിനൊക്കെ മുൻപ് അറസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, കാരണം ബംഗളൂരു കേന്ദ്രീകരിച്ചും കർണാടക കേന്ദ്രീകരിച്ചും വലിയ പരിശോധനകൾ നടക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിൽ അയാൾ ആശയവിനിമയം നടത്തിയ അഭിഭാഷക വരെ നിരീക്ഷണത്തിലായി. അങ്ങനെ വരുമ്പോൾ ഏത് നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ അതാണ് അനന്തൻ. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ ഒരു കൺമുന്നിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം കോടതിയുടെ ഒരു വിധിക്ക് വേണ്ടി അന്വേഷണ സംഘവും കാത്തിരിക്കുന്ന ഒരു നിലയാണോ? ഏത് നിമിഷവും അടുത്ത നിമിഷം പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ എന്ന വാർത്ത വരാനും സാധ്യതയുണ്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം പോലീസിന്റെ നീക്കം അങ്ങനെയാണല്ലോ ദിവിഷ. കാരണം നമുക്ക് വാർത്തകൾ കിട്ടിയാലും പോലീസ് കൃത്യമായി അവരുടെ നീക്കമൊന്നും പുറത്തുവിടില്ല. അപ്പോൾ അവർ ഒരു പക്ഷേ ചില വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാകാം, ചില വാർത്തകൾ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ പോലീസിന്റെ ചില തന്ത്രങ്ങളുമുണ്ട്. അപ്പോൾ പോലീസ് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരള പോലീസ് അത്ര എന്താ പറയുന്ന ബുദ്ധിയില്ലാത്തവരൊന്നും അല്ല. അവർ കൃത്യമായി എല്ലാ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ടാണ് പോകുന്നത്. മാത്രമല്ല ഇതുവരെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അയാളുടെ പിന്നാലെ ഉണ്ട് എന്നും നമ്മൾ അങ്ങനെ വിവരം കിട്ടുമ്പോൾ നമ്മൾ ഓർക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുവിധം അവരുടെ ട്രേസിനുള്ളിലാണ്. അയാളുടെ ട്രെയിൽ മൊത്തം പോലീസിന് പിടികിട്ടി. അയാൾ എങ്ങോട്ടാണ് അടുത്ത നീക്കം? സാധാരണഗതിയിൽ ഈ പോലീസിനൊരു രീതിയുണ്ട്. പ്രതികൾ വിചാരിക്കും ഞങ്ങൾ അടുത്ത ഒളിയിടം സമർത്ഥമായിട്ടാണ് ഒരുക്കുന്നത്, അത് പോലീസിന് ഒരിക്കലും പിടിക്കപ്പെടാൻ സാധ്യതയില്ലെന്ന്. പക്ഷേ പോലീസ് ആദ്യം പരിശോധിക്കുന്നത് ഇവൻ എങ്ങോട്ടാണ് അടുത്ത നീക്കം എന്നുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ അവൻ എവിടെ എത്താനാണ് സാധ്യത എന്നുള്ളതാണ് പോലീസ് ആദ്യം പരിശോധിക്കുന്നത്. അപ്പോൾ പോലീസിന്റെ കണ്ണു വെട്ടിച്ചു പോകുന്ന പ്രതികൾ ഏറ്റവും ഒടുവിൽ ഓടി ഏറ്റവും സുരക്ഷിതമായ താവളം എന്ന് പറഞ്ഞ് ചെന്ന് കയറുന്നത് പോലീസിന്റെ കയ്യിലേക്കായിരിക്കും. അപ്പോൾ പോലീസ് അങ്ങനെയാണ് എപ്പോഴും നീങ്ങുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പോകുന്നത് ഒരു കുറ്റവാളിയുടെ എല്ലാ മോഡസും ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒടുവിൽ മിക്കവാറും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്ന് കയറാൻ പോകുന്നത് കേരള പോലീസിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും. അതിനുള്ള സൂചനകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.